കുഞ്ഞപ്പു യുദ്ധവും കഴിഞ്ഞ് മിലിട്ടറിയിൽ നിന്ന് പിരിഞ്ഞ് വീട്ടിലേക്ക് മടങ്ങി വരുന്ന വരവാണ് അമ്മാളും അമ്മ ശ്രീധരൻ്റെ ശ്രദ്ധയിൽപ്പെടുത്തിയത്. പടിക്കൽ നിന്ന് പടപടാ ശബ്ദവും കുലുക്കങ്ങളും കേട്ട് ശ്രീധരൻ്റെ അമ്മ അടുക്കളയിൽ നിന്ന് കോലായിലേക്ക് ഒന്ന് എത്തി നോക്കി. കനത്ത ബൂട്ട്സ് ഡാ പടാപടാ എന്ന് നിലത്ത് ചവിട്ടി ഒച്ചപ്പെടുത്തിക്കൊണ്ട് കാക്കിയുടുപ്പും കോളാമ്പി തൊപ്പിയും ധരിച്ച ഒരുത്തൻ കയ്യിൽ ചെറിയൊരു ചൂരൽവടിയും വീശിക്കൊണ്ട് പടികേറി വരുന്നു. തലയിലും തോളത്തും കയ്യിലും എടുക്കപ്പേറെ ചുമടുകളുമായി 2 റെയിൽവേ കൂലിപ്പോട്ടർമാരും പിന്നാലെ നീങ്ങുന്നു. കുഞ്ഞപ്പു ആളാകെ മാറിയിട്ടുണ്ട്. കുറേ കൂടി കറുത്ത് ചീർത്തിരിക്കുന്നു. മൂക്കിൻ്റെ താഴെ ഒരു ഊക്കൻ കൊമ്പും മീശയും കാണുന്നു. മാരിവില്ലിൻ്റെ വർണ്ണത്തിലുള്ള പട്ടുനാടയിൽ കെട്ടിത്തൂക്കിയ ഓവർസീസ് സൈനിക സേവന ചിഹ്നങ്ങളായ മെഡലുകൾ കുപ്പായത്തിൻ്റെ മാറിൽ മിന്നുന്നു. പെട്ടിഭാണ്ഡങ്ങളും കെട്ടികൊട്ട കിറ്റ് സഞ്ചികളും മറ്റും കോലായിൽ നിക്ഷേപിച്ച പോട്ടർമാർ നിവർന്നു നിന്നു നെടുവീർ പയച്ച് നെറ്റിയിലെ വിയർപ്പ് തുടച്ചു പ്രതീക്ഷയോടെ നോക്കി. കുഞ്ഞപ്പു കാക്കക്കളസത്തിൻ്റെ ആസനകീശയിൽ തപ്പി മെക്കപ്പള്ളിയുടെ ചിത്രം പതിച്ച ഒരു ചെറിയ തുകൽ സഞ്ചി പുറത്തെടുത്തു. തുറന്ന് അതിൽ നിന്ന് വിക്ടോറിയ മഹാറാണിയുടെ തലയുള്ള 2 വെള്ളിയുറപ്പികൾ നുള്ളിയെടുത്ത് ഓരോ നാണ്യം ഓരോ പോർട്ടറുടെ കയ്യിലേക്കും ഇട്ടുകൊടുത്തു. പട്ടാളക്കാരനെ കണ്ട് പേടിച്ച ശ്രീധരൻ അമ്മയുടെ പിറകിൽ പതുങ്ങി നിന്നു. കുഞ്ഞപ്പു സാമാന കൂമ്പാരത്തിൽ നിന്ന് ഒരു സഞ്ചി തിരഞ്ഞെടുത്ത് അതിൽ നിന്നും ചെറിയൊരു ടീൻപെട്ടി നീക്കി കയ്യിൽ പൊക്കിപ്പിടിച്ച് ശ്രീധരാ എന്ന് വിളി. ശ്രീധരൻ പിറകിൽ നിന്ന് അമ്മയുടെ കാലുകൾ കെട്ടിപ്പിടിച്ച് ഒളിച്ചു കളഞ്ഞു. ചെല്ലു മോനെ ചെല്ല്, വല്യേട്ടനാണ്. അമ്മ പിറകിൽ നിന്നും ശ്രീധരനെ പിടിച്ച് മുമ്പോട്ട് തള്ളി. മിഠായിയാണ്, വാങ്ങിക്കോ. അമ്മയുടെ അനുനയവും മിഠായി എന്ന് കേട്ടപ്പോഴുണ്ടായ കൊതിയും ശ്രീധരനെ ഇളക്കി. അവൻ അല്പം ലജ്ജയോടെ മുഖം താഴ്ത്തി കൈനീട്ടി വല്യേട്ടൻ്റെ കയ്യിൽ നിന്നും മിഠായിപ്പെട്ടി വാങ്ങി. എടാ നീ വലുതായിപ്പോയല്ലോ. വല്യേട്ടൻ ശ്രീധരൻ്റെ മുഖം പിടിച്ചുയർത്തി ചെള്ളയിൽ വാത്സല്യത്തോടൊന്ന് തലോടി.